ഹായ് വെൽക്കം ബാക്ക് ടു മാജിക്കൽ ലൂപ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിതാ ഈ ഒരു ബാസ്ക്കറ്റ്, ക്യൂട്ടായിട്ടുള്ള ഈ ഒരു മിനി ബാസ്ക്കറ്റാണ് ഉണ്ടാക്കാൻ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചെറിയ ഐറ്റംസൊക്കെ ക്യാരി ചെയ്യാം. ഗിഫ്റ്റിങ്ങിന് നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെയല്ലേ ചുമ്മാ കണ്ടിരിക്കാൻ തന്നെ എന്ത് രസമായിട്ടുള്ളൊരു ഐറ്റമാണ്. അങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ട്യൂട്ടോറിയലാണ് ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഗിവ് അവേ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോസ് അയയ്ക്കുക, അതുപോലെ ഗിവ് അവേയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്നതാ ഈ ഒരു മൾട്ടി കളേർഡ് യാണാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ തിക്നെസ് വരുന്നത് 6 പ്ലൈ ആണ്. അതുപോലെ ഈ 3.5 mm ഹുക്കുമാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മാജിക് റിങ് സ്റ്റാർട്ട് ചെയ്യാം. മാജിക് റിങ് ഇടാൻ അറിയാത്തവർക്കായിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൻ്റെ ലിങ്ക് മേലെ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ മാജിക് റിങ് ഇട്ടു. മാജിക് റിങ് ഇട്ടതിന് ശേഷം അതിലേക്ക് 2 ചെയിൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 2 ചെയിൻസ് ഇട്ട് കൊടുത്തു. then അതിലേക്ക് DC നമ്മുടെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വർക്ക് ചെയ്യാം. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ പറഞ്ഞ പോലെ DC ചെയ്യാൻ അറിയാത്തവർക്ക് അതിൻ്റെ നമ്മൾ എസെൻഷ്യൽ സ്റ്റിച്ചസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റിച്ചസിൻ്റെയും അതൊന്ന് കണ്ടു നോക്കുക. ഫസ്റ്റ് DC ചെയ്തു, ദെൻ സെക്കൻഡ് DC, തേർഡ് DC, അങ്ങനെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ റിങ് വല്ലാണ്ട് വലുതായി കിടക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ എൻഡ് പിടിച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്താൽ അങ്ങനെ വലിച്ച് അതിങ്ങനെ ക്ലോസ് ആയി വരും. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഇനി ഈ 3 DCക്ക് ശേഷം 2 ചെയിൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കണേ. 1 2 ചെയിൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 3 DC തന്നെ ഈ റിങ്ങിലേക്ക് ചെയ്ത് കൊടുക്കുക. 1 2 3. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഈ സർക്കിൾ വലുതായി വരും മാജിക് റിങ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ 3 DC ചെയ്തിട്ട് വീണ്ടും 2 ചെയിൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും 3 DC ചെയ്യുക. 1 2 and 3. ദെൻ വീണ്ടും 2 ചെയിൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും 3 DC ചെയ്യുക. അതായത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് 1 2 and 3. ഇനി വീണ്ടും 2 ചെയിൻസ് ഇട്ട് കൊടുക്കുക. 1 2. ഇതോടുകൂടെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ ഫിനിഷ് ആവുകയാണ്. അപ്പോൾ ഈ 2 ചെയിൻസ് ഇട്ടതിന് ശേഷം ഇവിടെ നോക്കിയാൽ അറിയാം, ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്ത 1 2 ചെയിൻസ് കാണാം. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ DC, അതായത് ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അപ്പോൾ അതിൻ്റെ 2 ലൂപ്സിലേക്കും കൂടെ ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുത്തിട്ട് ഈ ഓൾറെഡി ഹുക്ക് കിടക്കുന്ന ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റൗണ്ട് 1 നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി ഈ എൻഡ് പിടിച്ച് വലിച്ചിട്ട് ഈ സെൻറ്ററിലുള്ള ഗ്യാപ്പ് കണ്ടോ, ഇത് ഇങ്ങനെ വലിക്കുന്നതോറും ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് ടൈറ്റ് ആവും. അങ്ങനെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തേക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കഴിഞ്ഞു. നമുക്ക് സെക്കൻഡ് റൗണ്ട് ചെയ്യാം. സെക്കൻഡ് റൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ കണ്ട് ഈ 3 DCകൾക്കിടയിലും ഇങ്ങനെ ഓരോ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ആ 2 ചെയിൻസ് ഇട്ട ഗ്യാപ്പാണ് ഈ ഗ്യാപ്പ്. അപ്പോൾ ഈ ഗ്യാപ്പിലേക്കാണ് ഇനി വർക്ക് ചെയ്യുന്നത്. എന്താ വർക്ക് ചെയ്യേണ്ടത്? നമ്മുടെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, അത് നമ്മൾ DCയുടെ കൂടെ പഠിച്ച സ്റ്റിച്ചാണ് അല്ലേ. അപ്പോൾ ആ സിംഗിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് ഈ ഗ്യാപ്പിലേക്ക് തന്നെ വീണ്ടും 3 DC, അതായത് നമ്മളിപ്പോൾ ചെയ്ത സ്റ്റിച്ച് 3 ഡബിൾ ക്രോഷ്യ അതാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒരെണ്ണം ചെയ്തു, രണ്ടാമത്തെ ചെയ്യുന്നു, മൂന്നാമത്തെ, അങ്ങനെ 3 DC ഈ ഒരു സ്പേസിലേക്ക് നമ്മൾ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഈ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമ്മൾ മുന്നത്തെ റൗണ്ടിലെ പോലെ 2 ചെയിൻസ് ആഡ് ചെയ്യുന്നില്ല. പകരം ഈ അടുത്ത നെക്സ്റ്റ് ഈ കോർണർ ഗ്യാപ്പിലേക്ക് വീണ്ടും 3 DC തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. 1 2 and 3. എന്നിട്ട് ഇവിടെ 2 ചെയിൻസ് ആഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഈ സെയിം ഗ്യാപ്പിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ സെയിം ഗ്യാപ്പിലേക്കാണ് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. പിന്നെ 2 ചെയിൻസ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ അത്രയും സ്റ്റിച്ചസ് ഈ ഒരു ഗ്യാപ്പിലേക്ക് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. പിന്നെ നെക്സ്റ്റ് അടുത്ത ഗ്യാപ്പിലേക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ആ 2 സെറ്റിൻ്റെ ഇടയ്ക്ക് 2 ചെയിൻസ് ഇല്ല. അപ്പോൾ 1 ചെയ്തു, 2 ചെയ്യുന്നു, 3,
3 ഡബിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് 2 ചെയിൻസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ സെയിം ഗ്യാപ്പിലേക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്ത് കൊടുക്കുക. 1 2 and 3. അപ്പം ഇതാ ഇനി നമുക്ക് നോക്കിയാൽ നെക്സ്റ്റ് വീണ്ടും ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷ്യേസ് തന്നെയാണ് ചെയ്യുക. 1 2 and 3. ദെൻ 2 ചെയിൻസ് ആഡ് ചെയ്യുന്നു. വീണ്ടും ആ സെയിം ഗ്യാപ്പിലേക്ക് 3 DC, അതായത് നമ്മുടെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 and 3. ഇനി നോക്കി അറിയാം, നമ്മൾ ആദ്യം ആ 3 DC വർക്ക് ചെയ്ത ആ ഗ്യാപ്പിലാണ് നമ്മൾ നെക്സ്റ്റ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് 3 DC ചെയ്യുക. ആദ്യം തന്നെ 1 2 and 3. 3 ചെയ്തു. ദെൻ 2 ചെയിൻസ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഗ്യാപ്പിൽ നമുക്ക് ഓൾറെഡി 3 ഡബിൾ ക്രോഷ്യ ചെയ്തതുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് DCയുടെ സ്റ്റിച്ചാണ് ഈ കാണുന്ന 2 ലൂപ്സ്. ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ അതിൻ്റെ 2 ലൂപ്സിലേക്കും കൂടെ അങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുത്ത് ഈ കിടക്കുന്ന ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കുക. അതായത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റൗണ്ട് 2 ഇവിടെ ക്ലോസ് ആയി. ഇനി നമുക്ക് റൗണ്ട് 3 ചെയ്യാം. അതിനായിട്ട് ഈ ഗ്യാപ്പിൽ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് ഇത് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുത്തിട്ട് 2 ലൂപ്സിനെ കൂടി ഒന്നാക്കുക. അതായത് നമ്മുടെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി ഈ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ വർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. എന്താ വർക്ക് ചെയ്യുന്നത്? 3 DC അഥവാ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അപ്പോൾ ഈ 3 DC ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് DCയുടെ സ്റ്റിച്ച് ഇത് കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കൂ. പിന്നെ സെക്കൻഡ് DC ചെയ്യുക. ആ സെയിം ഗ്യാപ്പിലേക്ക് 3ാമത്തെ DCയും കൂടെ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് കാണുന്ന ഗ്യാപ്പ് ഇതാണ്. അതിൻ്റെ അകത്തേക്ക് ഒരു 3 DC ചെയ്ത് കൊടുക്കുക കേട്ടോ. 3 ഡബിൾ ക്രോഷ്യ. ഇതിൻ്റെ ഇടയ്ക്കൊന്നും 2 ചെയിൻസ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുക. 2 and 3. അപ്പോൾ നെക്സ്റ്റ് ഗ്യാപ്പിലേക്ക് 3 DC ചെയ്തു. പിന്നെ അടുത്ത ഗ്യാപ്പ് ഇതാണ്, കോർണർ ഗ്യാപ്പ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് 1 2 3 3 DC ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ മുന്നത്തെ റൗണ്ടിൽ ചെയ്ത പോലെ 2 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ വീണ്ടും 3 DC ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് 1, സെക്കൻഡ് 1, തേർഡ് 1. നെക്സ്റ്റ് നമുക്ക് ഇതാണ് ഗ്യാപ്പ്. ആ ഗ്യാപ്പിലേക്ക് 3 DC ചെയ്ത് കൊടുക്കുക. അതായത് 3 ഡബിൾ ക്രോഷ്യ. നമ്മൾ മറ്റേ സൈഡിൽ ഇപ്പോൾ ചെയ്തില്ലേ അതുപോലെ. 2 and 3. ഇങ്ങനെ 3 DC ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇവിടെ അഗെയിൻ കോർണർ ഗ്യാപ്പ് വരും. അവിടെ 3 DC ചെയ്യുക. 1 2 ചെയ്തു. 3 ദെൻ 2 ചെയിൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ ഗ്യാപ്പിലേക്ക് 3 DC ചെയ്യുക. 1 2 and 3. പിന്നെ നോക്കി അറിയാം, ഇതാണ് അടുത്ത ഗ്യാപ്പ്. ആ ഗ്യാപ്പിലേക്ക് 3 DC മാത്രം ചെയ്ത് കൊടുക്കാം. 1 2 3. നെക്സ്റ്റ് നോക്കി അറിയാം, നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കോർണർ ഗ്യാപ്പാണ്. അതിൻ്റെ അകത്തേക്ക് 3 DC. 1 2 3. ദെൻ 2 ചെയിൻസ് ആഡ് ചെയ്യുക. 1 2. പിന്നെയും ആ സെയിം ഗ്യാപ്പിലേക്ക് 3 DC ചെയ്യുക. 1 2 and 3. 3 DC ചെയ്തു. ദെൻ പിന്നെ നോക്കുക, അതാ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിലേക്ക് വീണ്ടും 3 DC. 1 2 and 3. 3 DC ചെയ്യുന്നു. പിന്നെ ഇതാ ഈ ലാസ്റ്റത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഗ്യാപ്പ് എത്തി അങ്ങോട്ടേക്ക് 3 DC ചെയ്യാം. 1 2 3. 3 ചെയ്തു. ദെൻ 2 ചെയിൻസ് ആഡ് ചെയ്യാം. 1 2
പിന്നെ നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ ആ ഒരു ലൂപ്പ് ഐ മീൻ സ്റ്റിച്ച് ഞാൻ നോട്ട് ചെയ്ത് വെച്ചോളാൻ പറഞ്ഞില്ല, അതിൻ്റെ അകത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ റൗണ്ട് 3 ഇങ്ങനെ ഇവിടെ ക്ലോസ് ആയി കിട്ടി. അപ്പോൾ കിട്ടുന്ന ഷേപ്പ് ഇതായിരിക്കും. നെക്സ്റ്റ് റൗണ്ട് 4 സ്റ്റാർട്ട് ചെയ്യാം. അതിന് വീണ്ടും ഈ ഒരു ഗ്യാപ്പ്, ഇപ്പം നമ്മൾ നിർത്തിയ ഗ്യാപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ മുന്നത്തെ റൗണ്ട്സിലൊക്കെ ചെയ്ത പോലെ 3 DC അഥവാ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. 1 2 and 3. നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതൊന്ന് ശ്രദ്ധിക്കണം, ഡിഫറൻസ് ഉണ്ട്. അതായത് ആദ്യം തന്നെ ഈ നെക്സ്റ്റ് കാണുന്ന ഗ്യാപ്പിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്ത് കൊടുക്കണോ. പിന്നെ ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ ഡിക്രീസിങ് സ്റ്റിച്ചാണ്. അതായത് ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന സ്റ്റിച്ച് ഞാൻ ഇങ്ങനെ എടുത്തു. ഇതിപ്പോൾ നമ്മുടെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ പകുതിയായി നിൽക്കുക. ഈ 2 ലൂപ്സിലും കൂടെ ഒരു ലൂപ്സ് കയറി വലിച്ച് അടുത്ത ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. പക്ഷെ അത് ചെയ്യുന്നില്ല, പകരം വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് തൊട്ടടുത്ത ഗ്യാപ്പില്ലേ അതിൽ ഡബിൾ ക്രോഷ്യയാണ് വർക്ക് ചെയ്യുന്നത്. കണ്ടോ? എന്നിട്ട് ഈ 3 കിട്ടുന്ന ലൂപ്സിനെയും കൂടെ ഒറ്റ ഇതാക്കി മാറ്റി. ഇപ്പം ഞാൻ എന്താ ചെയ്തത്, ഈ 2 സ്റ്റിച്ചസിനെയും കൂടെ ഒറ്റ സ്റ്റിച്ചാക്കി ഡിക്രീസിങ് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഗിവ് അവേയുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ഈ സെയിം സ്റ്റിച്ച് നമ്മൾ ഇതിന് മുന്നത്തെ ഒരു ക്ലാസ്സിൽ ഒരു പ്രൊജക്റ്റ് ചെയ്തപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കായിരിക്കും നമ്മൾ ഈ ഗിവ് അവേയുടെ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതായത് മനസ്സിലായെന്ന് വിചാരിക്കണു. നമ്മൾ ഈ ലാസ്റ്റ് ഇപ്പോൾ ചെയ്ത സ്റ്റിച്ച് ഏത് പ്രൊജക്റ്റിലാണ്, അതായത് ഇതിൻ്റെ മുന്നിലെ ഏത് പ്രൊജക്റ്റിലാണ്, ഏത് ക്ലാസ്സിലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം നിങ്ങൾ. അങ്ങനെ ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ആളിൽ നിന്നായിരിക്കും ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ബാക്കി ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഈ ഒരു സെയിം സ്പേസിലേക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. കണ്ടോ? അപ്പോൾ ഈ പരിപാടി, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീണ്ടും കോർണർ ഗ്യാപ്പിലേക്ക് എത്തുകയാണ് നമ്മൾ. അവിടെ വീണ്ടും ഞാൻ 3 DC ആണ് ചെയ്യുന്നത്. 1 2 and 3. 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ദെൻ വീണ്ടും 2 ചെയിൻസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെയിം സ്പേസ് തന്നെയാണ്. 1 2 and 3. നെക്സ്റ്റ് 1 2 ഗ്യാപ്സ് ഉണ്ട്. അവിടെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ചെയ്യാണ്. അതായത് 1 ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, നെക്സ്റ്റ് ഡിക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ്, ഡബിൾ ക്രോഷ്യ ഹാഫാക്കി നിർത്തി, എന്നിട്ട് അടുത്ത സ്പേസിൽ വീണ്ടും ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ ഈ സെയിം സ്പേസിലേക്ക് ഒരു DCയും കൂടെ ചെയ്യണം. അപ്പോൾ ഇതിന് മുന്നത്തെ എല്ലാ ക്ലാസ്സും മുടങ്ങാതെ കണ്ട ഒരാൾക്ക് ഗിവയുടെ ക്വസ്റ്റ്യൻ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് കോർണർ ഗ്യാപ്പിലേക്ക് വീണ്ടും 3 DC വർക്ക് ചെയ്യാം. 1 2 3. 2 ചെയിൻസ് ആഡ് ചെയ്യുന്നു. വീണ്ടും ആ സെയിം ഗ്യാപ്പിലേക്ക് 3 DC ചെയ്യാം. 3 ഡബിൾ ക്രോഷ്യ. 1 2 and 3. 3 ചെയ്യുന്നു. നെക്സ്റ്റ് വീണ്ടും ഇവിടെ 2 ഗ്യാപ്സ് ഉണ്ടാവും. അവിടെ നമ്മൾ നേരത്തെ ചെയ്ത് സെയിം ചെയ്യണം. അതായത് ആദ്യം ഒരു DC ചെയ്യുക, പിന്നെ DC ചെയ്ത് പകുതിയാക്കി നിർത്തിയിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിൽ പോയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. 2 സെക്കൻഡ് ചെയ്തു. ദെൻ ഇവിടെ കോർണർ ഗ്യാപ്പാണ്, അവിടെ 3 DC ചെയ്ത് കൊടുക്കുക. 1 2 3. 2 ചെയിൻസ് ആഡ് ചെയ്യുന്നു. ആ സെയിം ഗ്യാപ്പിലേക്ക് വീണ്ടും 3 ചെയ്യാം. 1 2 and 3. നമുക്ക് നോക്കിയാൽ അറിയാം വീണ്ടും 2 ഗ്യാപ്സ് വരുന്നുണ്ട്. അവിടേക്ക് ആദ്യം തന്നെ ഒരു DC ചെയ്യുക. ദെൻ അടുത്ത DC ഹാഫാക്കി നിർത്തിയിട്ട് തൊട്ടടുത്ത ഗ്യാപ്പിൽ പോയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഡിക്രീസിങ് സ്റ്റിച്ചാക്കി മാറ്റി. സെയിം ഗ്യാപ്പിൽ തന്നെ വീണ്ടും ഒരു DCയും കൂടെ വർക്ക് ചെയ്യുക. ഫൈനലി നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്ത ഗ്യാപ്പിൽ എത്തിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് 3 DC ചെയ്യുക. 1 2 and 3.
എന്നിട്ട് 2 ചെയിൻസ് ആഡ് ചെയ്യുക. ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഡി സിയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 4th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. 4th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് ഇത് ഇങ്ങനെ ഒരു ഷേപ്പായി മാറിയിട്ടുണ്ടാവും. 5th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ സെയിം ഗ്യാപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ആ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ 3 ഡി സി വർക്ക് ചെയ്യുക. 1 2 3 എന്നിട്ട് തൊട്ടടുത്ത ഇതാ നോക്കി അറിയാൻ പറ്റും, ഇവിടെ ഇങ്ങനെ 2 ഗ്യാപ്സ് ഉണ്ടാവും. കണ്ട് ഈ ഗ്യാപ്സ്. ഇനി ഈ 2 ഗ്യാപ്സിലായിരിക്കും നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ ഗ്യാപ്പിൽ ആദ്യം തന്നെ ഒരു ഡി സി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സെയിം ഗ്യാപ്പിൽ ഡി സി ഹാഫായി നിർത്തുക, അതായത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് തൊട്ടടുത്ത ഗ്യാപ്പിൽ പോയിട്ട് ഇങ്ങനെ ഈ ആദ്യം 2 ലൂപ്സിൻ്റെ അകത്തൂടെ വലിച്ചെടുത്തു, പിന്നെ 3 ലൂപ്സിൻ്റെ അകത്തൂടെ വലിച്ചെടുക്കുക. കണ്ടോ? അപ്പോൾ അതാ ക്ലോസായി. പിന്നെ വീണ്ടും ആ സെയിം ഗ്യാപ്പിൽ ഒരു ഡി സി കൂടെ ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ കോർണർ ഗ്യാപ്പ് എത്തി. കോർണർ ഗ്യാപ്പിൽ ചെയ്യേണ്ടത് നമുക്കറിയാം. 3 ഡി സി ചെയ്യുക. 1 2 and 3 2 ചെയിൻസ് ആഡ് ചെയ്യുക. വീണ്ടും ആ സെയിം ഗ്യാപ്പിൽ പോയിട്ട് 1 2 1 1 2 3 3 ഡി സി ചെയ്തു. ഇനി വീണ്ടും നോക്കി അറിയാം, ഇതാ 2 ഗ്യാപ്സ് ഉണ്ട്. അപ്പോൾ ആ 2 ഗ്യാപ്സിലും കൂടെ ഡിക്രീസ് സ്റ്റിച്ച് വർക്ക് ചെയ്യണം. ആദ്യത്തെ ഗ്യാപ്പിൽ ഒരു ഡി സി അഥവാ ഡബിൾ ക്രോഷ്യ ചെയ്തു. ആ സെയിം ഗ്യാപ്പിൽ പിന്നെ ഒന്നുകൂടെ പോയിട്ട് ഡി സി ഹാഫാക്കി നിർത്തി. തൊട്ടടുത്ത ഗ്യാപ്പ് ഇതാ, അതിൻ്റെ അകത്തേക്ക് പോയിട്ട് ഈ സ്റ്റിച്ചിനെ കംപ്ലീറ്റ് ചെയ്യുക. ആദ്യം 2 ലൂപ്സിൻ്റെ അകത്തോടെ എടുത്ത് പിന്നെ 3 ലൂപ്സിൻ്റെ അകത്തോടെ എടുത്ത് അത് കംപ്ലീറ്റ് ആയി. സെയിം ഗ്യാപ്പിൽ വീണ്ടും ഒരു ഡി സി വർക്ക് ചെയ്യുക. ദെൻ വീണ്ടും നമ്മൾ കോർണർ ഗ്യാപ്പ് എത്തി അല്ലേ, അവിടെ 3 ഡി സി ചെയ്യുക. 1 2 and 3 2 ചെയിൻസ് ഇട്ട് കൊടുക്കുക. 1 2 വീണ്ടും 3 ഡി സി ചെയ്യുക. 1 2 3 പിന്നെ നോക്കി അറിയാൻ പറ്റും, നമുക്കിതാ ഇവിടെ 2 ഗ്യാപ്സ് ഉണ്ടാവും. അതിൽ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യണം. ആദ്യത്തെ ഗ്യാപ്പിൽ ഒരു ഡി സി ചെയ്യുക. സെയിം ഗ്യാപ്പിൽ ഒരു ഡി സി ഹാഫാക്കി നിർത്തിയിട്ട് അടുത്തതിൽ പോയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ആ സെയിം ഗ്യാപ്പിൽ തന്നെ ഒരു ഡി സി കൂടെ വർക്ക് ചെയ്യുക. പിന്നെ അടുത്തത് നമ്മളിത് അവിടെ കോർണർ സ്പേസ് എത്തും, അവിടെ 3 ഡി സി ചെയ്യുക. 1 2 3 2 ചെയിൻസ് ഇടുക. അവിടെ അതിലേക്ക് വീണ്ടും 3 ഡി സി ചെയ്യാം. 1 2 3 ഇനി വീണ്ടും 2 ഗ്യാപ്സ് ഉണ്ടാവും. അതിൽ ഡിക്രീസിങ് ചെയ്യുക. എങ്ങനെ? ആദ്യത്തിൽ ഒരു ഡി സി ചെയ്യുക. സെയിമിൽ പോയിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് ഹാഫാക്കി നിർത്തി. ദെൻ അടുത്തതിൽ പോയിട്ട് അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നു. വീണ്ടും ആ സെയിം ഗ്യാപ്പിലേക്ക് ഒരു ഡി സി തന്നെ ചെയ്ത് കൊടുക്കുന്നു. ഫൈനലി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത ഗ്യാപ്പിലെത്തി. അവിടെ 3 ഡി സി വർക്ക് ചെയ്യുക. 1 2 3 എന്നിട്ട് 2 ചെയിൻസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ഇവിടെ ചെയ്ത ഡി സിയുടെ 2 ലൂപ്സിലും കൂടെ ഇൻസേർട്ട് ചെയ്ത് ലൂപ്പ് വലിച്ചെടുത്ത് ഹുക്കിൽ കിടക്കുന്ന ലൂപ്പിൻ്റെ അകത്തൂടെ എടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അതങ്ങ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഇതാ നമുക്ക് വേണമെങ്കിൽ കണ്ടോ, ആ ഒരു ബാസ്ക്കറ്റ് ഷേപ്പിലേക്ക് വരുന്നുണ്ട്. കണ്ടോ? പക്ഷെ നമുക്ക് ഈ ഹൈറ്റ് പോരല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് 1 2 3 നമ്മുടെ ഇഷ്ടം, നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് റൗണ്ട്സിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ ഞാനൊരു റൗണ്ട് കൂടെ ചെയ്യുകയാണ്. ഈ സെയിം ഗ്യാപ്പിലേക്ക് വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അതായത് ഒരു ലൂപ്പ് അങ്ങ് വലിച്ചെടുത്ത് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ആ സെയിം ഗ്യാപ്പിലേക്ക് 3 ഡബിൾ ക്രോഷ്യ വർക്ക് ചെയ്യുന്നു. 1 2 and 3 3 ചെയ്യുക. പിന്നെ ഇതാ നോക്കിയാൽ അറിയാം, ഇതാണ് അടുത്ത കോർണർ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇതാ 2 ഗ്യാപ്സ് ഉണ്ട്. കണ്ടോ?
ഇതും ഇതും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി ആദ്യം ഡിക്രീസിങ് ചെയ്യുക, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു, പിന്നെ ഡിക്രീസിങ് സ്റ്റിച്ച് കണ്ടോ ഇങ്ങനെ പകുതിയാക്കി നിർത്തി, എന്നിട്ട് അടുത്തതിൽ പോയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ചെയ്തു. സെയിം ഗ്യാപ്പിലേക്ക് ഒന്നുകൂടെ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഈ കോർണർ ഗ്യാപ്പിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 2 ചെയിൻസ് ആഡ് ചെയ്യുക. വീണ്ടും സെയിം ഗ്യാപ്പിലേക്ക് 3 എണ്ണം. 1 2 3. ഇനി ഇതാ നോക്കിയറിയാം, ഇവിടെ 2 ഗ്യാപ്പ് ഉണ്ടാവും കണ്ടോ. അതിന് രണ്ടിലും കൂടെ വീണ്ടും നമ്മുടെ ഡിക്രീസിങ് സ്റ്റിച്ചസ്. അതായത് ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ഹാഫാക്കി നിർത്തിയിട്ട് അടുത്ത ഗ്യാപ്പിൽ പോയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നു. സെയിം ഗ്യാപ്പിലേക്ക് ഒരു DC കൂടെ ചെയ്യുന്നു. അത് കഴിഞ്ഞു. നെക്സ്റ്റ് കോർണർ ഗ്യാപ്പ് എത്തി, അവിടെ അഗെയിൻ 3 DC. 1 2 3 2 ചെയിൻസ് ആഡ് ചെയ്യുക. വീണ്ടും 1 2 and 3. അഗെയിൻ നോക്കിയാൽ നമ്മുടെ ആ 2 ഗ്യാപ്സ് എത്തി. 1 2 കണ്ടോ, 1 2. അതിൽ ഫസ്റ്റ് ഗ്യാപ്പിലേക്ക് ആദ്യം തന്നെ ഒരു DC ചെയ്യുന്നു, പിന്നെ അത് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഗ്യാപ്പിലേക്ക് ചെയ്തു, ആ സെയിം ഗ്യാപ്പിലേക്ക് ഒരു DC കൂടെ ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ ഒരു കോർണർ സ്പേസ് ആണ്, അങ്ങോട്ടേക്ക് ആദ്യം തന്നെ 3 DC ചെയ്യുക. 1 2 and 3. 2 ചെയിൻസ് ആഡ് ചെയ്യുക. 1 2. വീണ്ടും ആ സെയിം സ്പേസിലേക്ക് 3 DC ചെയ്യാം. 1 2 3. വീണ്ടും ലാസ്റ്റ് ഉള്ള സൈഡിൽ 2 ഗ്യാപ്സ് എത്തി. ഫസ്റ്റിലേക്ക് ആദ്യം ഒരു DC ചെയ്യണോ, പിന്നെ അതിനെ ഡിക്രീസിങ് ചെയ്യുക. അതായത് നമ്മൾ ഇത്ര നേരം ചെയ്ത സെയിം പരിപാടി ഒരു DC കൂടെ അതിലേക്ക് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ഫൈനലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കോർണർ ഗ്യാപ്പ് എത്തി, അങ്ങോട്ടേക്ക് 3 DC ചെയ്യുക. 1 2 and 3. 2 ചെയിൻസ് ആഡ് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത DCയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ടും ക്ലോസ് ചെയ്യാം. ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇനി ഇവിടെ ഞാൻ എന്താ ജസ്റ്റ് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ സെയിം സ്പേസിലേക്ക് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വർക്ക് ചെയ്തു കണ്ടോ. ഇനി ഇങ്ങനെ ഇവിടം തൊട്ട് ഇവിടം വരെ ഈ ഒരു കോർണർ സ്പേസ് കണ്ടോ, ഇതുവരെ ഓരോ സ്റ്റിച്ചിലും പോയിട്ട് ഇങ്ങനെ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഓരോ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഈ കണ്ടോ ഇതിൻ്റെ മേലെ ഇങ്ങനെ 2 ലൂപ്സ് കാണുമല്ലോ. ഓരോ സ്റ്റിച്ചിലും എന്ന് പറയുമ്പോൾ ഈ 2 ലൂപ്സിലേക്കും കൂടിയായിട്ട് കേട്ടോ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഈ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്റ്റിച്ച് പോലും വിട്ടു പോവാതെ ഇങ്ങനെ SC അതായത് നമ്മുടെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക അടുത്ത ആ ഒരു കോർണർ സ്പേസ് കാണുന്നവരെ. ഇങ്ങനെ ചെയ്യുക. ഇനി 2 എണ്ണം കൂടെ ബാക്കി ഉണ്ടാവും. ഇതും കൂടെ ഉണ്ട് കണ്ടോ, കാണാമല്ലോ അല്ലേ. അതിലും കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നോക്കിയാൽ നെക്സ്റ്റ് നമ്മുടെ കോർണർ സ്പേസ് ആണ് അല്ലേ. ആ കോർണർ സ്പേസിൻ്റെ ശ്രദ്ധിക്കുക, ഈ സ്പേസിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഹാൻഡിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ചെയിൻസ് ആഡ് ചെയ്യാം. 1 2 3 4 5 6
7, 8, 9, 10, 11, 12, 13, 14, 15 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനെ നേരെ എങ്ങോട്ടാണ് ജോയിൻ ചെയ്യേണ്ടത് നോക്കൂ. ഇങ്ങനെ വന്ന് അടുത്ത കോർണർ സ്പേസ്, തൊട്ടടുത്ത കോർണർ സ്പേസിലേക്ക് ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുത്ത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് അതിനെ അറ്റാച്ച് ചെയ്തു. കണ്ടോ? അപ്പോൾ നമ്മുടെ ഹാൻഡിൽ റെഡിയായി. ഇനി വീണ്ടും നോക്കുക, ഇതാണ് അടുത്ത കോർണർ സ്പേസ്. അങ്ങോട്ടേക്ക് ഇവിടെ കുറേ സ്റ്റിച്ചസ് ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് ഓരോന്നിലേക്കും ഇങ്ങനെ വിട്ടു പോവാതെ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ദാ ഇവിടെ കോർണർ സ്പേസ് എത്തി. അപ്പോൾ കോർണർ സ്പേസ് എത്തുമ്പോൾ ആ സ്പേസിലേക്കാണ് ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ഹാൻഡിൽ വർക്ക് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. എന്നിട്ട് വീണ്ടും ഹാൻഡിൽ അറ്റാച്ച് ചെയ്യുക. എങ്ങോട്ടാ? ഈ കോർണർ സ്പേസിലേക്ക് ഹാൻഡിൽ അറ്റാച്ച് ചെയ്യുന്നു. ഇനിയിപ്പോൾ നോക്കിയറിയാം, ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് പോലെ കാണും, ജസ്റ്റ് ഒരു ഇതുണ്ടാവും. അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യണ്ട, അതങ്ങനെ ലീവ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സിംഗിൾ ക്രോഷ്യ അതിൻ്റെ അകത്തേക്ക് വേണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്തു. ഇപ്പോൾ ഇതാ നമ്മുടെ ഹാൻഡിലിൻ്റെ ബേസിക് ഷേപ്പ് ഇവിടെ കിട്ടി നമുക്ക്. വർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് വീണ്ടും ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് ഈ കാണുന്നില്ലേ, ഇതിൻ്റെ അകത്തേക്ക് ഈ സെയിം ഗ്യാപ്പിലേക്കല്ല കേട്ടോ, തൊട്ടടുത്തയിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് ഇതാ ഇവിടെ നോക്കുക, നമ്മൾ ഈ ഹാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പൊസിഷൻ വരെ എല്ലാ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഇനി ഇതാ ഇവിടെ ഹാൻഡിലിൻ്റെ പോർഷൻ എത്തി. അതൊന്ന് ശ്രദ്ധിക്കുക. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സിമ്പിൾ ചെയിൻസ് അല്ലേ, അപ്പോൾ ആ ചെയിൻ്റെ ബാക്ക് ലൂപ്പ് ഫ്രണ്ട് ലൂപ്പ് നമ്മൾ ചെയിൻസിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ഇതിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് ലൂപ്പിലേക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഹുക്ക് കടത്തിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച്, അതായത് ഒരു ലൂപ്പ് അതിൻ്റെ അകത്തൂടെ വലിച്ചെടുത്തിട്ട് ഹുക്കി കിടക്കുന്ന അതിൻ്റെ അകത്തൂടെ ഒന്നുകൂടെ എടുക്കുക. കണ്ടതാണല്ലോ സ്ലിപ്പ് സ്റ്റിച്ച്. അങ്ങനെ ചെയ്യുക. അതായത് ഓരോ ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പ് കൂടെ ഹുക്ക് കടത്തിയിട്ട് ലൂപ്പ് വലിച്ചെടുക്കുക, അതിൻ്റെ ഹുക്കി കിടക്കുന്ന ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കുക. ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ചസ് ഈ ഓരോ ചെയിൻസിൻ്റെ ചെയ്ത് കൊടുക്കണം, അതായത് ഹാൻഡിൽസിൻ്റെ. അങ്ങനത്തെ ഹാൻഡിൽ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. അങ്ങോട്ടേക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നോക്കി അറിയാം, ഇതാ നെക്സ്റ്റ് ഹാൻഡിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വരെ എല്ലാ സ്റ്റിച്ചിലും 2 ലൂപ്സിലും കൂടെ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെതാ നെക്സ്റ്റ് ഹാൻഡിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിലും നേരത്തെ പോലെ തന്നെ ഓരോ ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഹാൻഡിൽ നമ്മൾ ചെയ്തു. അപ്പോൾ ഇതാ ഇവിടെ ലാസ്റ്റ്, അപ്പോൾ ഇതാ നമ്മൾ ഹാൻഡിൽ മൊത്തം ചെയ്ത് കൊടുത്തു. ഇനി നോക്കി അറിയാം, ഇത് നമ്മൾ ഫസ്റ്റ് ഈ റൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, അതിന് മുന്നേ ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടാവും, അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് നിർത്തിയതിന് ശേഷം നമുക്ക് യാൺ കട്ട് ചെയ്യണം. ഒരു നീഡിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ലെങ്ത് വിട്ടിട്ട് ജസ്റ്റ് ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ശ്രദ്ധിക്കുക, ഇതാണല്ലോ നമ്മൾ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലേ. എന്നിട്ട് ഇത് ഈ ലൂപ്പ് ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഇതിങ്ങനെ കിട്ടി.
ഇനി നമ്മൾ ഇതല്ലേ ഫസ്റ്റ് ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ചെയ്ത ആ സ്റ്റിച്ച് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ 2 ലൂപ്സിലേക്കും കൂടെ ആയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിനെങ്ങനെ വലിച്ചെടുക്കുക അകത്തേക്ക്. കണ്ടോ, ഇങ്ങനെ വലിച്ചെടുത്തു. എന്നിട്ട് ഞാൻ എന്താ ഈ നമ്മുടെ നീഡിലേക്ക് ഇതിനെ അറ്റാച്ച് ചെയ്തു. അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ തൊട്ടടുത്ത ഇതിലേക്ക് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ഇട്ടിട്ട് അതിൻ്റെ അകത്തൂടെ എടുത്തിട്ട് ഇതിനിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതവിടെ ഫിക്സായി. ഇനി നമുക്കറിയാം നമ്മളെപ്പോഴും ചെയ്യണ ഈ ബാക്കിയുള്ള യാണിനെ ഇങ്ങനെ നീഡിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് ഹൈഡ് ചെയ്ത് എടുക്കുക. അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന സ്റ്റിച്ച് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാനറിയാം. നമ്മൾ മുന്നത്തെ പല പ്രൊജക്റ്റിലും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ എൻഡിനെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ആ എൻഡ് അങ്ങനെ ഹൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മാജിക് റിങ്ങിൻ്റെ ആ ഒരു എൻഡ് കൂടെ ഇവിടെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് സെയിം വേ ഈ നീഡിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുക്കും. ഇതാ കണ്ടോ, നമ്മുടെ ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട്. ഞാൻ എന്താ ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു മിനി റോസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഈ മിനി റോസിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് സൈഡിൽ മേലെ കൊടുത്തേക്കാം. ഞാൻ എന്താ ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതാ ഇവിടെ ആയിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊസിഷനിൽ ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഉപയോഗിച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാം. ഞാനിപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത ഈ മിനി റോസസ് ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, സംഭവം റെഡി. ഉള്ള എയർപോർട്ട്സ് ഒക്കെ ക്യാരി ചെയ്യാനായിട്ട് ബാഗിലൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് ഇടാം. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കമൻറ്റ് സെക്ഷൻ ലെഫ്റ്റിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. പുതിയൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ യൂട്യൂബ് തന്നേക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഹൈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇതൊരു ഗിവ് അവേ വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ കമൻറ്റ്സ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാം. പക്ഷേ പബ്ലിക്കായിട്ട് അത് കാണാൻ പറ്റത്തില്ല. ആ വിന്നറെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും അനൗൺസ്മെൻറ്റ്. അപ്പോൾ അത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കമൻസ് എല്ലാം പബ്ലിക് ആക്കും. അപ്പോൾ നിങ്ങൾക്കും അത് കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് റൂൾസും കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം.